സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാലയളവിൽ നിർവഹിച്ചു വന്ന ഏറ്റവും വലിയ ദൗത്യം, നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന നമ്മുടെ ആത്മീയ സരണി എന്ന് പറയുന്നത് തന്നെ മഹത്തുക്കളിലൂടെയും മഹാന്മാരിലൂടെയും കൈമാറ്റം ചെയ്തു വന്നതാണ്. ഈമാനിന്റെ യാഥാർത്ഥ്യവും ഈമാനിന്റെ കൃത്യതയും ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ മനസ്സിലാകുന്നതല്ല. അങ്ങനെ മനസ്സിലാകുന്നതായിരുന്നു എങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ ഒരിക്കലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് തുടർന്ന് പറയേണ്ട ആവശ്യമില്ല. നേരായ വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവിന്റെ നിഅമത്ത് ലഭിച്ചിരിക്കുന്ന മഹത്തുക്കളുടെ വഴിയാണ്. അപ്പൊ നേർവഴി മനസ്സിലാക്കാനുള്ള മാനദണ്ഡം മഹാന്മാരായ മഹത്തുക്കളുടെ ജീവിതവും അവരുടെ ദർശനവും പിന്തുടരുക എന്നുള്ളതാണ്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏത് വഴിയിലാണോ സഞ്ചരിച്ചത് ആ വഴിയിലൂടെ സഞ്ചരിച്ചതെന്നവർ. കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. അത്രയേറെ ഊഷ്മളമായ ബന്ധം നമ്മുടെ നാടിന് അറേബ്യയുമായിട്ടുണ്ടായിരുന്നു. പുണ്യ നബിയുടെ കാലത്ത് ദീനെത്തിയ നമ്മുടെ നാട്ടിൽ മറ്റു വൈകല്യങ്ങളൊന്നുമില്ലാതെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച മുജസ്സിമത്താകട്ടെ, മുഅ്തസിലത്താകട്ടെ, ജബരിയത്താകട്ടെ, ഖദരിയാക്കളാകട്ടെ, ഖവാരിജിസമാകട്ടെ, അങ്ങനെയുള്ള ആശയ വൈകല്യങ്ങളെല്ലാം നാടിന്റെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിൽ തലപൊക്കി കടന്നു വന്നപ്പോഴും കേരളത്തിന്റെ ആത്മീയ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചത് മഹാരഥന്മാരായ താബിഈകളും അള്ളാഹുവിന്റെ ഔലിയാക്കളും സൂഫിയാക്കളുമായിരുന്നു. സ്നേഹത്തിന്റെ ഭാഷയിലൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ദീനിന്റെ ചൈതന്യത്തെ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോഴാണ് കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ തെളിച്ചത്തെ ആവാഹിച്ചെടുക്കാൻ നമുക്ക് പാരമ്പര്യങ്ങളിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായത്. ആ പാരമ്പര്യത്തെ കണ്ണിമുറിയാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ്, പ്രതിരോധാത്മകമായ ദൗത്യമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു വന്നത്. വളരെ അപകടകരമായ സാഹചര്യത്തിൽ 1498 മുതൽ 1947 വരെ നീണ്ടുനിന്ന നൈരന്തര്യ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ വീരേതിഹാസങ്ങളുടെ ഇടയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കീഴിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ അതിക്രൂരമായി പീഡിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ 1821 മുതൽ 1921 വരെ മാത്രം ഏറെ നാട്ടിലും വള്ളുവ നാട്ടിലും മലബാറിലെ പരിസരങ്ങളിലും മാത്രം നൂറുകണക്കിന് കലാപങ്ങൾ നടന്നപ്പോൾ 1921 മലബാർ കലാപത്തിൽ മാത്രം 200ഓളം മലബാറിലെ ഗ്രാമങ്ങൾ ചുട്ടരിക്കപ്പെട്ടപ്പോൾ 70,000-ഓളം മനുഷ്യരെ അതിക്രൂരമായി മാപ്പിളമാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ രീതിയിലുള്ള എതിർപ്പുകളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന വളരെ കലുഷിതമായ അപകടകരമായ സാഹചര്യത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന സാത്വിക ശ്രേഷ്ഠനായ പണ്ഡിതന് ഗ്രാമാന്തരങ്ങളിൽ തെരുവീതികളിൽ നിരന്തരമായി കടന്നു ചെന്ന് ഉലമായിനെ തെര്യപ്പെടുത്തി വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ ആശീർവാദത്തോടുകൂടെ അവിടുത്തെ നേതൃകരങ്ങളോടുകൂടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം നൽകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി അനുകൂലമായ സാഹചര്യമായിരുന്നില്ല. ഇന്നും ഇന്ത്യൻ സാഹചര്യത്തിൽ ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ തലക്കുമീതെ ഫാസിസം പത്തി വിടർത്തിയാടുമ്പോഴും നമ്മുടെ ആദർശ പ്രതിബദ്ധതയെ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതിനേക്കാൾ രൂക്ഷമായ കാലുഷ്യം നിറഞ്ഞ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയിലാണ് മഹാന്മാരായ നമ്മുടെ ഉലമാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ബ്രിട്ടീഷ് കാലയളവിൽ രൂപപ്പെടുത്തിയെടുത്തതും ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിനും അതിന്റെ തെളിച്ചത്തിനും സംരക്ഷണം നൽകി വന്നിരിക്കുന്നതും ആ പാരമ്പര്യത്തിന്റെ കണ്ണിമുറിയാത്ത മഹത്തുക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ജീവിത വിശുദ്ധിയിലൂടെ കടന്നുപോയ പരാമർശിക്കപ്പെട്ട മഹാരഥന്മാരായ ഉലമാ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, നവ്വറല്ലാഹു മറാഖിദഹും, അതിന്റെ മുമ്പുള്ള നമ്മുടെ പൈതൃകം നോക്കിയാലും അവിടെയെല്ലാം അള്ളാഹുവിലും അവന്റെ റസൂലിനോടും മഹാരഥന്മാരായ ഇസ്ലാമിക ഷിആറുകളോടും മഹബത്തിലും ഇഴയടുപ്പത്തിലും കഴിഞ്ഞു വന്നവരാണ്. നമ്മുടെ നേതൃത്വം സുന്നി ആശയധാര എന്ന് പറയുന്നത് തന്നെ മഖ്ദൂമമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും എല്ലാം ഈ ഉമ്മത്തിന് വേണ്ടുവോളം നൽകാൻ പാകതയുള്ള ഒരു പാരമ്പര്യമാണ്. മഹാനായ
ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ തന്റെ വിശുദ്ധമായ കരങ്ങൾ കൊണ്ടാണ് അദ്കിയ എന്ന് പറയുന്ന ആധ്യാത്മിക ഗ്രന്ഥം എഴുതുന്നത്. അതേ കരം കൊണ്ട് തന്നെയാണ് മഹാനവർകൾ തഹ്രീർ വഹ്രിൽ ഈമാനി അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന് പറയുന്ന 135ഓളം വരികൾ വരുന്ന പോർച്ചുഗീസ് വിരുദ്ധ കാവ്യം, സ്വാതന്ത്ര്യ സമര പ്രചോദന കാവ്യം എഴുതുന്നത്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എഴുതിയ അതേ മഹാനവർകൾ തന്നെയാണ് ഫത്ഹുൽ മുഈനും എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായും സാമൂഹികമായും ആത്മീയമായും എല്ലാം ഉമ്മത്തിനെ നയിക്കാൻ പാകതയിലുള്ള മഹത്തായ ഒരു സൂഫി ഇസ്ലാമിന്റെ പാരമ്പര്യം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നു. മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആധ്യാത്മിക രംഗത്ത് പ്രശോഭിച്ചു നിൽക്കുന്ന മഹാൻ, മുഹിദ്ദീൻ മാലയുടെ രചയിതാവായ മഹാൻ, അവര് തന്നെയാണ് അതേ കരങ്ങൾ കൊണ്ട് തന്നെയാണ് ഫത്ഹുൽ മുബീൻ രചിക്കപ്പെടുന്നത്. ഉമ്മത്തിന് ആത്മീയമായ വഴിയും അതിന്റെ തെളിച്ചവും കാണിച്ചു കൊടുത്ത അതേ ദൈശന പ്രതികകൾ തന്നെയാണ് ഉമ്മത്തിന് സാമൂഹിക രാഷ്ട്രീയമായ അവബോധങ്ങളും നൽകിയത്. ആ ഉലമാഇന്റെ നേതൃത്വത്തിലുള്ള പുരോഗതിയും പുരോയാനവും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത താല്പര്യം എന്നുള്ളത്. അതിനെതിരായി വരുന്ന പുതിയ ആശയ പ്രചരണങ്ങൾ, പുതിയ ആശയ വൈകല്യങ്ങൾ, ഇവിടെ നേരത്തെ പറയപ്പെട്ട ഏതൊക്കെ വൈകല്യങ്ങളുള്ള പ്രസ്ഥാനങ്ങളുണ്ടോ അതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം വിശുദ്ധമായ ഖുർആനിനെ തെറ്റായ രീതിയിൽ സമീപിക്കുക എന്നുള്ളതാണ്. ഖുർആനിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും തങ്ങളുടെ ഇംഗിതത്തിനും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വിധേയമായിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ആ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മാറി നമ്മുടെ പാരമ്പര്യമായി നൽകപ്പെട്ടു വന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയെ, മഹബ്ബത്തിന്റെ ചേരുവയുള്ള നമ്മുടെ വിശ്വാസധാരയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗത്യം. അതുകൊണ്ട് സമ്മേളനത്തിന് ആളെ കൂട്ടുക എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ അജണ്ടയല്ല. 100ാം വാർഷികത്തിലേക്ക് ഇത്ര ബസ് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് പോവുക എന്നുള്ളതും നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയല്ല. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ മുഴുവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടനാ പ്രവർത്തകരാക്കി മാറ്റുക എന്ന നേർച്ചയും നമുക്കില്ല. പക്ഷേ നമുക്കുണ്ടാകേണ്ട ഒരേ ഒരു നിർബന്ധം, നമുക്കുണ്ടാകേണ്ട ഒരേ ഒരു താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ അഖീദയും നമ്മുടെ കുടുംബത്തിന്റെ അഖീദയും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഖീദയിലും ആദർശത്തിലും ആയിരിക്കണം. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഖീദയും ആദർശവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നൂറ്റാണ്ടിന്റെ അഖീദയും ആദർശവുമല്ല, വിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ വിശ്വാസ ശാസ്ത്രമാണ്. ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ യഥാർത്ഥ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായ അനുഭൂതി അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വാലിഹായ സൽക്രമമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹു കബൂലാക്കട്ടെ. ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സംഗമത്തിന് വേദിയൊരുക്കിയ, ഇതിനു വേണ്ട ഖിദ്മത്തുകൾ ചെയ്ത അഭിവന്യരായ ഈ മദ്രസയുടെ ഭാരവാഹികൾ, ഇതിന്റെ അഭ്യുതകാംക്ഷികൾ, അവർക്കൊക്കെ അള്ളാഹു രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആവശ്യമായ ചായയും മറ്റു സൗകര്യങ്ങളൊക്കെ നൽകിയ ഒരു